സ്വാഗതം. അപ്പൊ മച്ചാമാരെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു തെങ്ങിന്റെ മുകളിലാണ്. എന്തിനാണ് തെങ്ങിന്റെ മുകളിൽ നിൽക്കുന്നത്? ട്രീ ഹൗസ് പണിയാൻ. അതായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ തെങ്ങിന് ചുറ്റും നമ്മൾ കോണി അടിച്ചായിരുന്നു അല്ലേ? അടിപൊളിയായിട്ട് കോണിയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന തെങ്ങിന്റെ മുകളിൽ ഇന്ന് നമ്മള് ഒരു വീട് പണിയാനായിട്ട് പോവാണ്. എന്ത് വീട്? കമ്പി വീട്, മുള കൊണ്ടുള്ള വീട്. അതാണ് കമ്പി വീട്, മുള കൊണ്ടുള്ള വീട്, രണ്ടും തന്നെ. അടിപൊളി. അപ്പൊ എന്തായാലും നമ്മുടെ പണികൾ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ സാധനങ്ങൾ കയറ്റിയ വണ്ടി എത്തിയിട്ടുണ്ട് താഴെ. അപ്പൊ ഇനി നമ്മൾ ഒട്ടും വൈകുന്നില്ല, നേരെ നമ്മുടെ പണികൾ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ മച്ചാമാരെ ഇനി നമ്മുടെ പണികൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ താഴേക്ക് ഇറങ്ങി പോയിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇനി നല്ല കട്ട പണി വന്നിട്ടുണ്ട്. ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടികളാണ്. അതെ, പണി തുടങ്ങാം. അപ്പൊ പ്രവീൺ മച്ചാൻ മൂടായിട്ടിരിക്കുകയാണ്. നല്ല മൂടായിട്ടിരിക്കുകയാണ്. അപ്പൊ മോനെ വണ്ടി എടുത്തോ. കപ്പിങ് കയറെ കൊണ്ടുവന്നിട്ടുണ്ടായി. എന്തിനാ കപ്പിങ് കയറും? സിമ്പിൾ ആയിട്ട് കയറ്റാൻ വേറെ വഴിയുണ്ട്. വണ്ടി എടുത്തോ. അപ്പൊ നമുക്ക് നമ്മുടെ തെങ്ങിന്റെ മുകളിലേക്ക് കയറ്റാനുള്ള സെറ്റപ്പ് ആണ് ഈ കാണുന്ന സെറ്റപ്പ്. വണ്ടി ക്യാമറ. അപ്പൊ മച്ചാമാരെ നമ്മൾ ഓൾറെഡി ഫ്രെയിം അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ തെങ്ങിന്റെ മുകളിലേക്ക്. ഇതേ കണ്ട, ഈ കാണുന്ന കോവണിയുടെ മുകളിലേക്ക് കയറ്റാനുള്ളതാണ് ഇനി നമ്മളുടെ ഈ അടിച്ചിരിക്കുന്ന ഫ്രെയിം. അപ്പൊ ഈ കാണുന്ന ഫ്രെയിമാണ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറ്റണ്ടേ. അതും നമ്മളുടെ ഈ കൈകൾ വെച്ചുകൊണ്ട് അച്ഛൻ കപ്പിയൊക്കെ ഉണ്ടാക്കി ഇറക്കിയിട്ടുണ്ട്. നല്ല വെയിറ്റുള്ള ഫ്രെയിം. എന്റെ അമ്മി എങ്ങനെ കയറ്റും അച്ഛനെ? ഇറക്കാം. ഒറ്റയ്ക്ക് പൊങ്ങൂല. ആദ്യം നമുക്ക് ഒരെണ്ണം കയറ്റി നോക്കാല്ലേ. അപ്പൊ ഇത് കയറ്റാനുള്ള സൂത്രപ്പണികൾ നമ്മൾ പിടിക്കേണ്ടിയിരിക്കുന്നു. ഒരെണ്ണം പുറത്തേക്ക് വെച്ചോനെ നോക്കട്ടെ. നല്ല വെയിറ്റ് ഇട്ടാ അല്ലേ? സാധനം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് എങ്ങനെ മുകളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യുമെന്ന് ഒരു പിടുത്തൂല. എന്തായാലും നമുക്ക് ഇത് കയറ്റിയേ പറ്റുള്ളൂ. അതിനുള്ള പരിപാടികൾ സെറ്റ് ആക്കാം നമുക്ക്. അപ്പൊ എന്തായാലും നമ്മൾ ഫുൾ റിസ്ക് എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇത് കയറ്റാൻ പറ്റുമോ നോക്കുകയാണേ. നമുക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ട് നമ്മുടെ ഫ്രെയിം അങ്ങനെ മച്ചാമാരെ നോക്ക്, നമ്മുടെ ഒരു പീസ് നമ്മൾ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിപ്പോ 2 കെട്ട അവസ്ഥകൾ നിൽക്കുന്നത്. ഇത് മുകളിൽ എത്തി കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെ വെക്കണം ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം ഇത് നമുക്കൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യണം. അജു എന്തോ കപ്പിങ് കയറിട്ടൊക്കെ വെക്കാന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഐഡിയ കിട്ടി, അവന് പെട്ടെന്ന് ഐഡിയ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ എന്തായാലും ഈ സാധനം ആദ്യത്തെ പീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ പീസ് സെറ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുന്നത്. ഇത് സെറ്റ് ചെയ്യാൻ പറ്റില്ലേ? സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കേട്ടാ മതി. അങ്ങനെ നമ്മുടെ നട്ടും ബോൾട്ടും ഇട്ട് ഒരു കാല് സെറ്റ് ചെയ്യണേ. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് സപ്പോർട്ട് വെക്കാനുള്ളതാണ്. ടൈറ്റ് ചെയ്യാൻ ടൈറ്റ് ചെയ്യടാ. അതിൽ നോക്കിക്കണോട്ടാ. താഴെ മുകളിലേക്കാണോ? നെഞ്ചൊക്കെ ശ്വാസം മുട്ടണം. അങ്ങനെ അതിവിജയകരമായി നമ്മളുടെ ഒരു പീസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത പീസ് നമ്മൾ കയറ്റാൻ പോവാണ്. ഇത് നോക്കി കണ്ട, ഒരു പീസ് ഇവിടെ സെറ്റായി. പോട്ടെ, അടുത്ത പീസ് പോട്ടെ. നിങ്ങളിത് എങ്ങനെ കയറ്റിക്കൊണ്ടുവരും? ഞങ്ങൾ കയറ്റിക്കൊണ്ടുവന്നാൽ മതി. പോട്ടെ. സാധനം പോട്ടെ. പേടിക്കണ്ട. അതേ പൊളിക്കണതൊക്കെ. സാധനം പോട്ടെ. തെങ്ങുമ്പോ കയറട്ടെ. സാധനം പോട്ടെ. തട്ടൊന്നുമില്ല, പൊക്കിയെടുക്ക്.
പൊക്കട്ടെ പൊക്കട്ടെ സാധനം പോരട്ടെ സാധനം പൊന്തിയേ എല്ലാം പോകൂടാ ഇന്നെല്ലാം താഴെ പോകൂടാ അജു നോക്കി എന്റെ പൊന്ന് തെങ്ങുമ്പോ നമ്മ ഞാൻ മോളിക്കാരണോ എല്ലാരോടും ഒരുമിച്ച് അല്ല ഈ സൈഡ് അടിയില്ല സത്യം പറഞ്ഞ ഏടാകൂടം പിടിച്ച പണിയായി പോയിട്ടാ അവിടെ റിസ്കി ഷോട്ടുകൾ എടുക്കാനായി കിരൺ തെങ്ങിന്റെ മുകളിലായിരുന്നു. പ്ലാൻ ചെയ്തപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നെങ്കിലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നല്ല പണിയായിരുന്നു ഈ സാധനം മുകളിൽ കയറ്റിയിട്ട് ലെവലാക്കി സെറ്റ് ചെയ്യാന്നുള്ളത്. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ ഫ്രെയിം നമ്മൾ മുകളിൽ കയറ്റി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളാ കയറി പോടാ. അങ്ങനെ നമ്മുടെ വീഡിയോ ഷൂട്ടിന്റെ ഇടയിൽ പ്രവീൺ മച്ചാൻ കരിക്കുടിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി കരിക്കിട്ടിട്ടുണ്ട്. സംഭവം ഇതാണെങ്കിൽ നമ്മൾ കത്തി എടുക്കാനും മറന്നുപോയി വന്നപ്പോ നമ്മൾ ചിറ്റിക്ക് അടിച്ചാണ് കുളിക്കുന്നത്. ഞാൻ എന്റെ സ്കില്ല് പുറത്തെടുക്കട്ടെ. പിന്നെന്താ ടേസ്റ്റ് ഉണ്ടാകുന്ന കുട്ടി ആദ്യം. അങ്ങനെ നമ്മുടെ കരിക്ക് പൊട്ടിച്ചേക്കാണേ. ഇതല്ല വെള്ളം തുള്ളുമ്പോഴേ കരിക്ക്. ആ പോത്തിനൊക്കെ ഇച്ചിരി കൊടുക്കട്ടാ. എങ്ങനെയുണ്ട്? ഇതേ മുകളിലൊരുത്ത പണിയെടുക്കാനിരിക്കുന്നുണ്ട്, അവന് ഇച്ചിരി കൊടുക്കടാ. അഖിലിന് വേണ്ടടാ, കുടിച്ചോളൂ ജോസ് കുടി. അങ്ങനെ നമ്മുടെ കരിക്ക് വെട്ടിയത് കണ്ടാ. ആ പാവജ് മുകളിലിരിക്കുകയാണ്. അപ്പൊ അതെ നമ്മൾ പണിയെടുത്ത സമയം ഇരുട്ടി തുടങ്ങിയല്ലേ പ്രവീണേ? പിന്നെ എന്ത് ചെയ്യും? വീട്ടിൽ പോണോ? വീട്ടിൽ കൊണ്ടുവരുന്നു തോന്നുന്നു. എന്താ കുറച്ചുള്ളൂ പ്രവീണ വേണ്ടേ? അയ്യോടാ അമ്മേ അടുത്ത് ഇരിക്കൊന്നല്ല. എന്റെ റൂട്ട് കനല്ലേ ഇത് പല്ലേ പൂവല്ലേ? വേണോ? കുടിച്ചോ. കരിക്കും വെള്ളം ഒത്തിരി വേണ്ട. കരിക്കും വെള്ളം പോയി പോയി. എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ മുകളിലേക്കുള്ള പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രെയിം അടിച്ചു. ഇനി അതിന്റെ മുകളിലേക്ക് പണിയാനായിട്ട് നമുക്ക് മുള വേണം. അപ്പൊ അതിനടുത്തിലോട് മുള എടുക്കാൻ പോയിക്കായിരുന്നു. ഇത്തവണ നമ്മൾ മഞ്ഞമുള തുടങ്ങി തന്നെ എടുത്തിരിക്കുന്നത്. മോനെ പോരട്ടെ പോരട്ടെ. നീ ഇതിലോക്കടാ, ചെറിയ പീസുകൾ ആദ്യം എടുക്കാം. അപ്പൊ നമുക്ക് ഈ സാധനം ഇവിടെ വെച്ച് നമുക്ക് ഷേപ്പ് ആക്കി പീസ് ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാട്ടാ. അപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോം ഇടാനുള്ള പ്ലൈവുഡ് ആണിത്. അപ്പൊ നമ്മുടെ പ്ലൈവുഡ് മുകളിൽ കയറ്റുമ്പോൾ നമ്മളുടെ ഇതിന്റെ ഇടയിൽ ഒരു തെങ്ങ് വരുന്നുണ്ട്. അപ്പൊ ആ തെങ്ങ് വെക്കാനുള്ള ഒരു പൊഴി നമുക്ക് ഇവിടെ ഉണ്ടാക്കി എടുക്കണേ. അപ്പൊ മുറി തുടങ്ങുകയാണേ. അപ്പൊ മച്ചാന്മാരെ ഇനി നമ്മുടെ മുള കട്ട് ചെയ്ത് നമുക്ക് വേണ്ട പീസുകളാക്കി എടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പൊ നമ്മുടെ മെഷർമെന്റ്സിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഓരോ പീസുകളും കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ വെറുതെ ഒന്ന് വെച്ച് നോക്കേണ്ട പോലെ ഇപ്പുറത്തെ സൈഡിലും വെച്ചോടാ. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് ഓർഡിനറി ആയിട്ട് വെറുതെ വെച്ച് നോക്കി ഓരോന്ന് സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ മുകളിൽ വെച്ച് പണിയാൻ ഭയങ്കര പാടായിരിക്കും നമുക്ക്. ഇങ്ങനെ പിടിച്ചേ, നമുക്ക് എന്തൊരു ഹൈറ്റ് ആണെന്ന് അറിയാം. ഇങ്ങനെ പിടിച്ചോ. പുറത്തേക്ക് ഇത്ര ചാടിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ, ഇതിനോട് ചേർത്ത് തന്നെ എടുത്താൽ പോരെ. അങ്ങനെ നമ്മൾക്ക് മുകളിൽ കയറ്റി പണിയാനുള്ള മെഷർമെന്റ് ഒക്കെ കറക്റ്റായിട്ട് നമ്മളെടുത്ത് എല്ലാം റെഡി ആക്കി കഴിഞ്ഞാണ് നമ്മുടെ മുള വണ്ടി കയറ്റി നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മുടെ മുകളിലേക്ക് സെറ്റ് ചെയ്യാനുള്ള മുളവണ്ടി നേരത്തെ വന്നോട്ടെ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്ലൈവുഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും ഭാഗം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്ലൈവുഡ് കയറ്റാനായിട്ട് പോവുകയാണ്. അതിനുശേഷമാണ് മുള വെച്ച് നമ്മൾ മുകളിലേക്ക് പണിയാനായിട്ട് പോകുന്നത്. അപ്പോൾ മുളയൊക്കെ അത്യാവശ്യം നല്ല ഏകദേശം അളവിനൊക്കെ നമ്മൾ മുറിച്ച് സെറ്റ് ആക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ
മുറിച്ച് കൊണ്ടുവന്ന മഞ്ഞമുളക് നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടാണ് പെടുന്നത്, പക്ഷേ ഇത്തവണ നമ്മൾ മഞ്ഞമുളക് ഇട്ടാണ് പണിയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ പീസുകളായിട്ട് നമുക്ക് ഇറക്കാം. ഇത് താഴേക്കുള്ളാണ്ട് വലിയ വലിയ പീസുകൾ. അപ്പോൾ നമ്മുടെ ഓരോ പീസുകളായി നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പില്ലർ അങ്ങനത്തെ നമ്മുടെ മുളം പീസുകൾ നമ്മൾ തട്ടിയിട്ട് ഒരു കുഞ്ഞി പീസ് കൂടി ഉണ്ട് കേട്ടോ. ഇതുകൂടി ഇറക്കട്ടെ. ഇനി നമ്മുടെ പ്ലൈവുഡ് ഇറക്കാനുണ്ട്, 2-3 കമ്പി കൂടി ഇറക്കാനുണ്ട്. ഇതൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുകളിലേക്ക് കയറ്റാനായിട്ടത്. വലിക്ക് വലിക്ക് പോട്ടെ പോട്ടെ പോട്ടെ. അപ്പോൾ അതേ ആദ്യത്തെ 2 പീസ് പ്ലൈവുഡ് നമുക്ക് മുകളിൽ കയറ്റാനുള്ളതാണ്. ഇത് നമ്മുടെ ബോട്ടത്തിൽ ഇട്ട് കൊടുക്കാനുള്ളതാണിത്. ഇനി ഇതേ നമ്മുടെ സൈഡിലേക്ക് വെക്കാനായിട്ട് 2 കമ്പി കൂടി വേണമായിരുന്നു കേട്ടോ. അതായത് ആ മൂലയില്ലേ കാണുന്ന മൂല, ആ മൂലയിൽ നിന്ന് നമുക്ക് തെങ്ങുമേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ബലം കിട്ടൂല. വേണ്ട കൂടാ എന്നാ പോരെ. അപ്പോൾ അതേ നമ്മൾ കമ്പിയും കയറ്റി മുകളിൽ പോവാണ്. പിന്നെ ഇതേ ഫ്രെയിമിൻ്റെ മുകളിൽ നിന്നുള്ള പരിപാടിയാണേ. എനിക്ക് പേടിയുണ്ടാ? പേടിയുണ്ടെ വീട്ടിൽ പോടാ. അപ്പോൾ അതേ തുഞ്ചത്ത് പോയിട്ട് ഒരു സ്ക്രൂ ഇടാനുണ്ടേ. അപ്പോൾ അതേ ഇനി നമ്മുടെ തുഞ്ചത്തുള്ള സ്ക്രൂയിങ് ആണ്. കൊച്ചുകുട്ടികൾ ആരും അനുകരിക്കരുത്. ഞാൻ പോയാൽ ഞാൻ മാത്രമേ താഴത്തേക്ക് പോവുള്ളൂ, നിങ്ങളാരും താഴേക്ക് പോകരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട് വെച്ചേക്കണ കമ്പി നീളം കറക്റ്റല്ല. അപ്പോൾ ഇത് നമ്മൾ ഉരുട്ട് വേറെ ഇടാൻ പോവാണേ. അപ്പോൾ നമ്മൾ അടുത്ത കമ്പി എടുത്ത് സെറ്റാക്കാണ്. അപ്പോൾ അതേ സംഭവം നട്ടും ബോട്ടും എടുത്തിട്ട് ഒരു പീസ് കയ്യിൽ നിന്ന് പോയി. വേറെ എടുത്തിട്ട് ഇനി അതിട്ട് ടൈറ്റ് ചെയ്യണേ. അപ്പോൾ അതേ ഒരു സൈഡ് വെച്ചു. ഇനി ഇതുപോലെ തന്നെ ബാക്കി സൈഡുകളും നമുക്ക് വലിയ കാലം നീട്ടുള്ളത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതേ ഇവിടെ നിന്നൊരു പോക്ക് വന്നാൽ നേരെ താഴെ എത്തുവേ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ കയറ്റി സാധനം ടൈറ്റ് ചെയ്തെടുക്കണം. നട്ടിന് നീളൂലല്ലോ, വേറെ എടുക്കാം. എൻ്റെ അമ്മേ കയറില്ല, നട്ട് കയറില്ല. കയറി. അപ്പോൾ അതെ ഇനി അടുത്തായിട്ട് നമ്മുടെ പ്ലൈവുഡ് മോഡിലേക്ക് പ്ലാറ്റ്ഫോം കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ സാധനം അത്യാവശ്യം നല്ല വെയിറ്റുള്ള പ്ലൈവുഡ് കേട്ടോ. അത് കയറ്റാൻ ഇച്ചിരി പാടായിരിക്കുള്ളൂ. പോകട്ടെ 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 പോകട്ടെ. എത്ര വന്നുള്ളൂ? പറഞ്ഞു ശരിയാടാ, നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രവീൺ മച്ചാൻ ഒറ്റയ്ക്ക് പ്ലൈവുഡ് പൊക്കി കൊണ്ടുവരുന്നാണ് പറയണത്. അപ്പോൾ പ്രവീൺ മച്ചാൻ പൊക്കട നോക്കട്ടെ നമുക്ക്. ഇന്ന് പ്രവീൺ മച്ചാനോടെ മുട്ടയിടും. എങ്ങനെ പൊക്കാൻ പറ്റുമായിരിക്കും, മോളി കയറ്റി കൊണ്ടുപോവാ. പ്രവീൺ മച്ചാൻ്റെ ശക്തി പ്രകടനങ്ങളാണ് കാണാൻ പോകുന്നത്. അതും പ്രവീൺ മച്ചാൻ ഒറ്റയ്ക്ക്, ബാക്കിയും സുഖമായി. യെസ് യെസ് പ്രവീൺ മോൻ, യെസ് യെസ് പ്രവീൺ. അതന്നെ താഴെ പോകാൻ പാടില്ല കേട്ടോ പ്രവീണെ. അതന്നെ പൊളിച്ചാ എന്തുറ്റ പ്രവീ. പിന്നെ പൊളിച്ചളഞ്ഞടാ, നമ്മ ഉണ്ടാക്കിയ സാധനമൊക്കെ പൊളിച്ചളഞ്ഞടാ. ഞാൻ പിടിക്കണോ? നീ ഒറ്റക്കേറ്റു പറഞ്ഞിട്ട് എന്നാ ഒറ്റയ്ക്ക് വരട്ടെ. ഞാൻ പിടിക്കണോ? പിടിക്കണോ? ആ നീയല്ലേ പിടിക്കണ്ടത്. പൊക്കെ പൊക്കെ. എൻ്റെ അമ്മേ ഈ സാധനം നമ്മൾ വിചാരിച്ചല്ല, നല്ല വെയിറ്റ് ആട്ടാ പ്ലൈവുഡിന്. അങ്ങനെ സംഭവം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ മോളിൽ കയറിയാലേ നിൽക്കാൻ പ്രവണ ഞാൻ വിടാണേ. ഞാൻ മോളിൽ കയറാനേ. നീ വെയിറ്റ് ബാലൻസ് ചെയ്ത് പിടിച്ചോളൂല്ലേ? മതി മതി. എൻ്റെ അമ്മ ഇവിടെ ഇതൊക്കെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ കയറാൻ വഴിയില്ലാണ്ടായിട്ട് ഇപ്പം ഇതൊക്കെ നമുക്ക് അവസാനം റെഡിയാക്കാം. ഓ പേടിക്കണ്ട പ്രവണേ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ഇത് ഞാനിവിടെ നിന്ന് എന്ത് ചെയ്യാനാണ്? റിസ്ക് കണ്ട പ്രവി, കാരനെ കുളത്തി പിടിക്കുകയും ചെയ്തു.
ആ തള്ളു നീ കുരുക്ക് മാറ്റി ഇവിടെ കുരുങ്ങി കിടക്കുകയാണ്. പൊക്ക് ആ പൊക്ക് പൊക്കണ്ടവരും ഓ പൊക്ക മോനെ പൊക്കടാ ഒടിയോടാ ഓടി തള്ളു തള്ളിവിട്ടോ നീ ഞാൻ അവിടെ പൊക്കണ്ടു തള്ളു എൻ്റെ അമ്മേ അതിനൊക്കെ കൂടി അങ്ങനെ മച്ചാന്മാരെ ഇതേ നമ്മളൊരു പ്ലൈവുഡ് മുകളിൽ കയറ്റിയേക്കാണ്. ഇതേപോലെ ഒരെണ്ണോടി കയറ്റാറുണ്ട്. എൻ്റെ പൊന്നു നമ്മുടെ പകുതി എനർജി പോയി. അയ്യോ അമ്മേ. അങ്ങനെ ഇതേ നമ്മുടെ പ്ലൈവുഡ് കയറ്റിയിട്ടുണ്ട്. ഇനി ഇത് പൊസിഷൻ ചെയ്യാനുള്ള പരിപാടി നോക്കണം. പ്രണ കൈ മാറ്റിക്കോട്ടെ. ചിലപ്പോൾ ഞാൻ നിൻ്റെ കൈമേക്ക് വന്നിരിക്കും. ഓഫ് എൻ്റെ മോനെ ആയി സെറ്റ്. എൻ്റെ അമ്മേ. അങ്ങനത്തെ നമ്മൾ തെങ്ങിൻ്റെ മുകളിൽ പ്ലാറ്റ്ഫോം കെട്ടി അതിൻ്റെ മുകളിൽ ദേ ഇപ്പോൾ കയറി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബലമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ദേടോ പ്രവീണ അടിപൊളി. ദേ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് നമ്മളിപ്പോൾ. തെങ്ങിന് ചെറിയൊരു ആട്ടം ഉണ്ടാന്ന് ചോദിച്ചാൽ ആട്ടമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓ ഞാൻ സമ്മർ അടിക്കട്ടെ ഇവിടെ നിന്ന്. അപ്പോൾ മച്ചാന്മാരെ സംഭവമേ നമ്മൾ ഒരു മണ്ടത്തരം ചെയ്തു. 2 പ്ലൈവുഡും വെറുതെ ഇവിടെ ആർച്ച് മാത്രം കട്ട് ചെയ്തിട്ട് കയറ്റി. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള വാതിൽ നമ്മൾ ഇട്ടില്ല. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ മുറിച്ചെടുക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു ഹോള് നമ്മളിപ്പോൾ മുറിച്ചെടുക്കുകയാണേ. ഹലോ ഗായ്സ്, പെട്ടിരിക്കുകയാണ് ഗായ്സ്. പ്രവി തെങ്ങയുടെ നാടുണ്ടല്ല. അയ്യോ ഞങ്ങൾ പെട്ടിരിക്കണ മച്ചന്മാര്. ഇവിടെ പൊക്കെ പണി നടക്കണില്ല. ഇവിടെ മുറിക്കാൻ നോക്കിയിട്ട് ആക്സ് ബ്ലേഡ് നമുക്ക് ഇവിടെ വരെ മുറിക്കാൻ പറ്റുള്ളൂ. ഇതേ ഇവിടെ എത്തി കഴിയുമ്പോൾ പിന്നെ ഇതുകൊണ്ട് മുറിക്കാൻ പറ്റുള്ള. ഡ്രില്ലിലാണെങ്കിൽ ചാർജ് ഇല്ല. അയ്യോ അവസ്ഥ മൊത്തത്തിൽ പണിവാളിരിക്കുകയാണ്. ഇതാണ് ആടുമ്പോ കുലുങ്ങണ്. അയ്യോ കിരാ ഫയർഫോഴ്സിനെ വിളിക്കടാ. അയ്യോ സംഭവല്ലേ സത്യം പറഞ്ഞാ മറ്റേ പാട്ട് പാടണം. മണ്ടേ നമ്പി മരം ഇരിക്കും. ആ മരമാണ് ഇത്. മരത്തെ നമ്പി ഞങ്ങൾ ഇരിക്കും. തൊട്ടി പോകുന്നു. ഇല്ലടാ ആഴമൊന്നുമില്ല. ഒരു രണ്ട് നില വീടിന്റെ ഹൈറ്റ് ഉള്ളൂ അല്ലേ? ഒരു 2 നില വീടിന്റെ ഹൈറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ സംഭവം പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ മുകളിലേക്ക് കയറാനുള്ള അതിനൊന്നും മടിക്കാണ്ട് ബാക്കി പരിപാടികൾ നടക്കുകയില്ല. സത്യം പറഞ്ഞാ പ്ലാനിങ്ങിൽ മിസ്റ്റേക്ക്. അതാണ് ഇപ്പോൾ പറ്റിപ്പോയത് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു ഷീറ്റ് നമുക്ക് ഇപ്പുറത്തേക്കുള്ളതായിരുന്നു കേട്ടോ. അതിട്ട് കൊടുക്കാം നമുക്ക്. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ തെങ്ങിൻ്റെ മുകളിലേക്ക് സ്റ്റാൻഡ് അടിച്ച് പ്ലാറ്റ്ഫോം കയറ്റി. ഇനിയിപ്പോൾ നമ്മൾ മുറിച്ചിട്ടിരുന്ന മുള കഷ്ണങ്ങൾ നേരെ കയറ്റിയിട്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. മുള വെച്ചാണ് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ മുകളിലേക്ക് മുള കയറ്റാം, അവിടെ നിന്ന് പണി തുടങ്ങാം. അപ്പോൾ ഇത് ടൂൾസൊക്കെ കൊണ്ട് മുകളിലേക്ക് പോവാണേ. മോനെ കയറെടുത്തോടാ. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് നമ്മുടെ മേത്തും തെങ്ങുമേട്ട് കെട്ടിടാനായിട്ട് കയറിൻ്റെ പീസാണ്. ക്യാച്ച് പോന്നോട്ടെ. അത് പോയി. സെക്കൻഡ് ചാൻസ്. ഓ തോറ് കറക്റ്റ് കയ്യിൽ വന്നിരുന്നിട്ടുണ്ട്. നമ്മുടെ മേത്തും തെങ്ങുമായിട്ട് കെട്ടിയിടാം നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ മുകളിൽ പണിയെടുക്കുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ലോക്ക് ചെയ്തിട്ടേക്കാട്ടോ. എങ്ങാനും നമ്മളൊന്ന് കൈ പാളിയാൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് പിടിക്കാനായിട്ട് ഒരു ബലത്തിന് സംഭവം ഇരിക്കട്ടെ. അപ്പോൾ തെങ്ങിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓ മൈ ഗോഡ്, തെങ്ങ് നോ ചതി. ഓക്കെ
ഓക്കെ മോനെ മുള കയറ്റിക്കോടാ. ആദ്യം കയറിട്. കണ്ട, ഇതൊക്കെയാണ് തോർ ക്യാച്ച് എന്ന് പറയുന്നത്, തോർ ക്യാച്ച്. ഇനി ആ വലിയ മുള കെട്ടിയിറക്കണം കേട്ടോ. അല്ല വലിപ്പമുള്ളത് ബേസ് അടിക്കാനുള്ള മുള മുകളിൽ കയറ്റാൻ പോകുന്നു. ക്യാച്ച്. അപ്പം ഇന്നത്തെ ഗ്രൗണ്ട് കൺട്രോളിങ് നമ്മുടെ ഭൗമികരണം കേട്ടോ. മുള വരട്ടെ. അമ്മേ, അപ്പം നമുക്ക് മുകളിലേക്ക് പണിയാനുള്ള മുളകൾ ഓരോന്നായി കയറിക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. അപ്പം ആദ്യത്തെ ഒരു 4 മുള നമുക്ക് കയറ്റണം കേട്ടോ. മുള വരുത്തണം. എൻ്റെ അമ്മേ, നമ്മുടെ പണിയായുധമായ ഡ്രില്ല് എടുക്കാൻ പറഞ്ഞു. അതും ഇനി കയറിയിട്ട് തന്നെ മുകളിലേക്ക് പോക്കേണ്ടി വരുവേ. അങ്ങനെ നമ്മുടെ ഡ്രിൽ ബിറ്റല്ല കേട്ടോ, നമ്മുടെ ടൈറ്റർ കം ഡ്രില്ലർ കയറ് കെട്ടി മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പണിയായുധം കിട്ടി. അപ്പം ഇനി പണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ മുളകൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമുക്ക് നമ്മുടെ ബോർഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 ബോർഡറിലും ആദ്യം ഇതുപോലത്തെ പീസ് നമ്മൾ വെച്ച് സെറ്റാക്കി കൊടുക്കുവേ. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ പണികൾ ആരംഭിക്കുകയാണ്. നേരെ നമ്മുടെ ഔട്ടർ മുള വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനത്തെ നമ്മുടെ സ്ക്രൂവിങ് പരിപാടികൾ ആരംഭിച്ചു. ഇതിന് ശേഷം നമ്മൾ പിന്നെ ബലപ്പെടുത്തും കേട്ടോ. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ മൊത്തത്തിൽ ക്ലാമ്പും സ്ക്രൂവും വെച്ചുള്ള പരിപാടിയാണ് കേട്ടോ മുകളിൽ. ഇനി കയറൊക്കെ ഇട്ട് കിട്ടും. നമ്മൾ നോക്കണേ താഴേക്ക് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിയാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ വില്ലേജ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓരോ ക്ലാമ്പുകൾ വയ്ക്കുന്നു, സ്ക്രൂ അടിക്കുന്നു, സെറ്റാക്കുന്നു. ഇതന്നെ നമ്മുടെ പരിപാടിയെ ചാടാ പടാന്ന് പണി തീർക്കണം നമുക്ക്. നെക്സ്റ്റ് പീസ്. അപ്പോൾ അടുത്ത സെറ്റ് മുള കയറ്റാറായി. മോനെ കയറ് വരുന്നുണ്ടാ, പിടിച്ചോ. ഇനി നമ്മൾ പില്ലർ സെറ്റ് ചെയ്യാൻ പോവേണ്ട. അതായത് ഇപ്പോൾ ബോട്ടത്തിലുള്ള ആ ഒരു ഫ്രെയിം നമ്മൾ വെച്ചു. ഇനി നമുക്ക് പില്ലറുകൾ അടിച്ച് കയറ്റണം. അതിനുള്ള പരിപാടിയാണ് നോക്കുന്നത്. കെട്ടിയാ ഭയങ്കര കെട്ടൊക്കെ കെട്ടിവിടേ. തലയിൽ വീണതറിയില്ല താഴെ തയ്യിട്ടുണ്ടെങ്കിൽ. ഇതൊരു ഷൂവിൻ്റെ ലൈസ് ഇട്ടാ. ആ ടിങ് അടിച്ചാലേ സാധനം പൊന്തുള്ളൂ. അങ്ങനത്തെ ലോഡുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞമുള. അമ്മേ, അങ്ങനത്തെ ഓരോ ലോഡുകളായി മുകളിൽ കയറ്റുന്നു, കെട്ടഴിക്കുന്നു, പിന്നെയും കയറ്റുന്നു. ഈ കാണുന്ന മുള പീസുകളൊക്കെ ഓരോന്നും ഇങ്ങനെ കയറ്റി നമുക്ക് മുകളിലേക്ക് എത്തിക്കാനുള്ളതാണ്. അടുത്ത ലോഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ കയറ്റി വിടുന്നുണ്ട്. മോനെ കെട്ട് സെറ്റായോ? നിം അടിച്ചോ? ആ പോട്ടെ. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അപ്പം ഇനി നമ്മുടെ പില്ലറുകൾ വെക്കാനുള്ള സമയമായി. അപ്പം മുകളിലേക്ക് കയറ്റാനുള്ള പില്ലറുകൾ ഓരോ സൈഡിലായിട്ട് നമുക്കിത് സ്ക്രൂ ചെയ്ത് കൊടുക്കണേ. അപ്പം ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ച് തുടങ്ങുകയാണേ. നമ്മുടെ ഓരോ തൂണും സ്ക്രൂ ചെയ്ത് കയറ്റി കൊടുക്കുകയാണേ. Come on my boy. അങ്ങനത്തെ സൈഡിലേക്കുള്ള മുളയുണ്ട്. ഇത് നമുക്ക് കൈവരി വെക്കാനുള്ളതാണ്. അതായത് ഇതിൻ്റെ അറ്റത്തൊക്കെ നിൽക്കുമ്പോൾ വീഴാതിരിക്കാനായിട്ട് നമുക്ക് പിടിക്കാനുള്ള സെറ്റപ്പ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈവരി വെക്കാനുള്ള മുളപ്പീസാണിത്. അപ്പോൾ ഇതഴിച്ച് നമ്മുടെ സൈഡിലേക്ക് ഇപ്പം തന്നെ കൈയോടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൈവരി പീസ് ഇവിടെ വെച്ച് സ്ക്രൂ ചെയ്യാനുള്ള പരിപാടി നോക്കട്ടെ നമുക്ക്. ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല. അയ്യോ എൻ്റെ അമ്മേ, നീ പറഞ്ഞപ്പോഴാണ് താഴത്തിൻ്റെ കാര്യം ആലോചിച്ചത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശരിക്കും എയറിലാട്ടാ. ശരിക്കും നമ്മൾ ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ ചാടിക്കഴിഞ്ഞാൽ കറക്റ്റ് താഴത്ത് തെങ്ങുമൊന്നും മുട്ടൂല. അപ്പോൾ പേടിപ്പിക്കാനായിട്ട് വന്നോളൂ. മര്യാദയ്ക്ക് പണിയെടുത്തോണ്ടിരുന്നാണ് ഞാൻ. ആ നല്ല രസമുണ്ടല്ലേ, നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കയറിട്ട് കെട്ടുവേ. ഇവിടെ ഇരുന്ന് പണിയുമ്പോൾ ഒരുവിധം നല്ല വെയിലായിരുന്നു ഇത്ര നേരം. പക്ഷേ നല്ല കാറ്റുള്ളവരെ നമുക്ക് അങ്ങനെ ക്ഷീണമൊന്നും തോന്നില്ല കേട്ടോ. അടിപൊളിയായിട്ട് സാധനം നമുക്ക് ഇവിടെ നിന്ന് പണിയാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ വിശർത്ത് കുളിച്ചൊക്കെ കഴിഞ്ഞാൽ പണിയെടുക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഇവിടെ നല്ലൊരു ഇളങ്കാറ്റ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇളങ്കാറ്റല്ല, അത്യാവശ്യം നല്ല കാറ്റ് തന്നെ. പാടത്തിൻ്റെ ആ ഒരു കാറ്റ് നല്ല രസമാണ്. ആ ഇളങ്കാറ്റിലെങ്ങോ തെങ്ങാടുത്തത് കേട്ടിട്ടില്ലടാ, അതാണിത്. അയ്യാ എൻ്റെ അയ്യോ. അപ്പോൾ അത് സംഭവം നമ്മളെ ആദ്യം സ്ക്രൂവിലാണ് നിർത്തണമെന്നുണ്ടെങ്കിലും പിന്നീട് ഇതൊക്കെ കയറ് കിട്ടും കേട്ടോ. ഇത് ആദ്യത്തെ ഒരു സ്ട്രക്ചർ പണി മാത്രമാണിത്. ഇത് കഴിഞ്ഞ് നമ്മൾ നല്ല ബലപ്പെടുത്താനായിട്ട് ഫുള്ള് കയറ് കിട്ടുവേ.
ഫുള്ള് കയറുമ്പോ നമ്മളിത് നിർത്താൻ പോകുന്നത്. റെഡ് ബുൾ നിന്റെ അവിടെ എന്റെ കയ്യിലെന്തിരിക്കണേ റെഡ് ബുൾ തന്നെ അല്ലേ? എടാ എന്തിനാ റെഡ് ബുൾ കുടിക്കണേ? റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ്. ഇപ്പം എങ്ങാനും തെങ്ങ് മറിഞ്ഞു വിടാത്തന്നെ ഇത് നമ്മൾ പെട്ടെന്ന് കുടിക്കാം. ചിറകൂര് പറക്കാം. നീ കൂടുതൽ ചളി അടിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. പോടക്കാണത്. അപ്പം മച്ചന്മാരെ ദേ നമ്മുടെ പണി ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സൈഡൊക്കെ കെട്ടി ഇനി ഇതിൻ്റെ മുകളിൽ മേൽക്കൂരൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനോട് റെഡ് ബുള്ള് കുടിച്ചോണ്ടിരിക്കുകയാണ്. ചിറകൂരൊന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ കയറുടി കെട്ടിയേക്കണേ. താഴെ പോയി ചിറകൂരില്ലേ? റെഡ് ബുള്ള് കുടിച്ചിട്ടില്ലേ? അപ്പോൾ ദേ ഇനി മുകളിലേക്ക് കുറേ പണികളുണ്ട് കെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫുഡുമായിട്ട് നമ്മുടെ കിരൺ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് അടിച്ചിട്ട് ബാക്കി പണികൾ നോക്കാം. എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ ചോർന്ന് നോക്കി കഴിഞ്ഞാൽ താഴെ എത്തും. ഞാൻ കെട്ടും. ഞാൻ പണിയെടുക്കുമ്പോൾ മാത്രം കിട്ടുള്ളൂ. എനിക്കതാണ് ഇഷ്ടം. ഇടയ്ക്ക് കാറ്റൊക്കെ വരൂലേ? തെങ്ങിടുന്ന ആടും. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ പോകും. പക്ഷെ നമ്മുടെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ഇവിടെ അടിപൊളിയാവും. സേഫ്റ്റിയൊക്കെ വന്നു കഴിയുമ്പോൾ സൂപ്പറാവും. അപ്പോൾ ഇനിയും കുറച്ചുകൂടി പണികൾ ബാക്കിയുണ്ട്. അത് പ്രവീൺ മച്ചാനെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ ഞാൻ ആലോചിക്കായിരുന്നു. പ്രവീൺ മച്ചാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. പ്രവീൺ മച്ചാൻ സ്ക്രൂ ഇടാൻ അറിഞ്ഞൂടാ, താഴേക്ക് പോകും. അപ്പോൾ ഏതായാലും ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ബാക്കി പരിപാടി ആക്കിരാ. എടാ എന്നെ കൂട്ടാണ്ട് ഇതേ സിപ്പപ്പ് കഴിക്കണ്ട. ഡാ സിപ്പ വന്നേടാ. ഫുഡ് വരാറായി. നീ കയ്യൊന്നും കഴുകണല്ലേ? കയറട്ടാ. അതേ താഴെ ഫുഡ് വന്നിട്ടുണ്ട് നമ്മുടെ. എടാ ഫുഡ് ഇതിൽ കെട്ടിട്ടോ. എൻ്റെ അമ്മേ പോയതിനൊക്കെ കൂടി. ഒരു കാര്യം മറന്നു പോയി. സേഫ്റ്റി ഈസ് അവർ നമ്പർ 1 പ്രയോറിറ്റി. സെറ്റായാ ഒരു സാധനം വരും മോനെ. ഇല്ല കീറിയില്ല. ഫുഡ് വന്നിട്ടുണ്ട് കേട്ടാ. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ബിരിയാണി. പ്ലേറ്റൊക്കെ ഉണ്ട് കേട്ടോ. വാട്ട് ഇൻസൈഡ് അവർ കവർ. പൊതിയായിട്ട് ബിരിയാണി വന്നിട്ടുണ്ട്. എനിക്ക് മാത്രമേ ഉള്ളൂ ബിരിയാണി. പിന്നെ എന്തിട്ട് പേടിക്കാനുള്ള സിമ്പിൾ പരിപാടി. വിശന്നിട്ട് പാടില്ല. വേറെ സാധനം സിപ്പപ്പ്. മേഴ്സിരി സുട്ടിയുടെ സിപ്പപ്പ്. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുള്ള കാലത്തണി 2 ദോശ കഴിച്ചേക്കുന്നതാണ് മോനെ. ബിരിയാണി പീസ്. ഓ ലെഗ് പീസ്. കൈ കഴുകി വെള്ളം പോയി. ഒന്നുകൂടി വെള്ളം മുകളിലൊന്ന് സ്പ്രെഡായി. എൻ്റെ ഉമ്മ കൊല്ലാൻ നോക്കണം. കൈയിട്ട് ഫുഡ് കഴിക്കും. കീടാണുക്കളുണ്ടാവും. കീടാണു. ഇവിടെ 3 കഷ്ണോ. കോഴി വെച്ച് ചുറ്റിയെടുത്ത് നല്ല ബിരിയാണി. നല്ല വിശപ്പുണ്ട്. കുഴപ്പമില്ല. അമ്മേ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പണിയിലേക്ക് കിടന്നേക്കാട്ടാ. അയ്യോ അങ്ങനത്തെ ഇതിൻ്റെ ഔട്ടർ നമ്മൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞ് കണ്ടേ. ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് നടക്കാം. ഇപ്പോൾ ചുറ്റൊക്കെ പോകണമെങ്കിൽ ഇതുമ്പോൾ പിടിച്ചിങ്ങനെ പോവാ. അപ്പോൾ ഇനി നമ്മൾ കയറ് വെച്ച് ഇതിനെ ബലപ്പെടുത്താനുള്ള പരിപാടിയാണ്. എൻ്റെ മച്ചന്മാരെ 350ാമത്തെ ക്ലാമ്പാണ് കേട്ടോ ഇത്. അതായത് 25 ഇപ്പം 50. ഇത് മൊത്തത്തിൽ നമ്മൾ ക്ലാമ്പ് ചെയ്ത് എന്തോരം ക്ലാമ്പാന്ന് പറയുന്നത് നമുക്ക് കയറുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും ക്ലാമ്പ് ചെയ്യാനുണ്ട്, ഇനിയും മരം മുറിക്കാനുണ്ട്. ഈ സാധനം നമുക്ക് സെറ്റ് ചെയ്ത് തീർക്കണ്ടേ. അപ്പോൾ പണി ബാക്കിയുള്ളതുകൂടി സെറ്റാക്കട്ടെ നമുക്ക്. ഇനി നമ്മുടെ മേൽക്കൂര സെറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മളിത് പറഞ്ഞ സ്ക്രൂ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളോട് വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം മേൽക്കൂര പണിയുടെ പരിപാടികൾ നോക്കാം നമുക്ക്.
ദേ ഓരോ പീസുകളായി അവസാനം ദേ നമ്മൾ മുട്ടി പീസുകളൊക്കെ എടുത്ത് ദേ ഇവിടെ സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദേ നോക്കി ഏകദേശം ഒരു ബേസ് സ്ട്രക്ചർ വീടിൻ്റെ നമ്മളുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? അല്ലേ? സംഭവം എപ്പോൾ തുടങ്ങിയ പണിയാണെന്നറിയോ ഈ സ്ക്രൂയിങ്? കാലത്ത് സമയം എത്രയെന്നറിയോ? വൈകിട്ട് 4 മണി. സംഭവം നമ്മൾ താഴെ വെച്ച് പണിയണ എളുപ്പത്തിൽ നമുക്ക് മുകളിലെ പണികൾ ചെയ്യാൻ പറ്റില്ല കേട്ടാ. ഭയങ്കര പാടാണ്, നമുക്ക് ബാലൻസ് ഒക്കെ ചെയ്ത് നിൽക്കണ്ടേ, അതാണ് പ്രശ്നം. എൻ്റെ അമ്മേ. അപ്പോൾ അതെ നോക്കുകയാണെങ്കിൽ ഞാനും പ്രവീൺ മച്ചാനും കൂടി ഇത് ഇത്രയും പണിതിട്ടുണ്ട് അല്ലേ? അതെ ചേട്ടാ. ഇനി മുകളിൽ ഷീറ്റ് ഇടണം, സൈഡിൽ ഷീറ്റ് മെയ്യണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. ക്ലൈമറ്റൊക്കെ നല്ല സെറ്റ്. ഇതേ സൂര്യൻ അവിടെ അസ്തമിക്കാൻ പോണ്. നമ്മളാണെങ്കിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പണി നമ്മൾ തുടങ്ങിയിട്ടിപ്പില്ലേ 3-ാമത്തെ ദിവസം ഉണ്ടാ. നമ്മൾ സാധാരണ താഴത്ത് പണിയുന്ന അത്ര എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ പണിയാനായിട്ട് ഭയങ്കര പാടാണ്. അതന്നെയല്ല കുറേ സമയം പോകും നമ്മൾ സേഫ്റ്റി നോക്കിയൊക്കെ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ താഴേക്കാണെങ്കിൽ ശരിക്കൊരു 4 മണിക്കൂറത്തെ പണിയുള്ളത്. പക്ഷേ ഇത് ഓരോ പീസ് നമ്മൾ താഴെ നിന്നൊക്കെ കയറ്റി മുകളിൽ കൊണ്ടുവന്ന് ചെയ്ത് വരുമ്പോൾ സമയം കുറേ പോവേ. അങ്ങനെയാണ് നമ്മുടെ സമയം പോകുന്നത്. ഇത് അടുത്ത 2 പീസ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വാതിൽ സെറ്റ് ചെയ്യാനുള്ളതാണേ. അപ്പോൾ ഇത് ഇനി വാതിലിൻ്റെ പീസുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ഇത്ര മതിയോ വാതിലിന് വീതി? പോരല്ല. അങ്ങനെ നമ്മുടെ പ്രവീൺ മച്ചാന് ഭയങ്കര കൊതിയായിട്ട് സ്ക്രൂ അടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ക്രൂ അടിക്കാൻ കൊടുത്തിരിക്കുകയാണ്. പ്രവീണേ എങ്ങനെയുണ്ട് സ്ക്രൂ അടിയൊക്കെ? സിമ്പിൾ അല്ലേ? അപ്പോൾ അതേ മേൽക്കൂര കഴിഞ്ഞു. ഇപ്പോൾ വാതിലിനുള്ള സ്ക്രൂ ഉണ്ട് പ്രവീൺ മച്ചാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയാൽ നല്ല രസമായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതി ഇതേ 2 പേര് റെസ്റ്റ് എടുക്കണം താഴത്ത്. ഹായ് റെസ്റ്റ് എടുക്കുന്ന ഗൈസ്. വാവ്. അപ്പോൾ അതേ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ സൂര്യൻ? എവിടെ? സൂര്യൻ അവിടെ ഒളിച്ചിരിക്കണം മേഘത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതേ മുകളിലടിച്ചോ. അങ്ങനെ പ്രവീൺ മച്ചാൻ്റെ സ്ക്രൂ വടിയുടെ ബലം എന്തോരം ഉണ്ടാവും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇടിച്ച് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി നോക്കാം. വിശക്കണ്ട പ്രവീണേ? ഇല്ല. പ്രവീൺ മച്ചാൻ ഇടയ്ക്കിടയ്ക്ക് വിശക്കണ്ടെന്ന് പറയണ്ടായിരുന്നു. നമ്മൾ ചോദിക്കുമ്പോൾ ക്യാമറയിൽ മാത്രം വിശക്കണമെന്ന് പറയുള്ളൂ കേട്ടോ. അല്ലാത്ത സമയത്ത് ഫുള്ള് വിശപ്പാണ് പ്രവീൺ മച്ചാൻ. ഏത് 2 സൈഡിൽ നിന്ന്? അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അടിച്ചോ. ബെല്ലാവട്ടെ. കണ്ടോ പ്രവീൺ മച്ചാൻ ഇപ്പോൾ ഭയങ്കര ഉത്തരവാദിത്തമായിട്ടോ പണിയിലൊക്കെ. ഇപ്പം എൻ്റെ കൂടെ കൂടി മടിയൊക്കെ മാറി നന്നായിട്ട് പണിയെടുക്കണ്ടു. ഇപ്പൊ പഴയതുപോലെ അതെ. എപ്പോഴത്തേക്ക് സ്ക്രൂ അടിക്കാൻ പറ്റും അവിടേക്ക് അടിച്ചു കൊടുക്കുകയാണ്. അത് ഇന്ന സ്ഥലത്തൊന്നും ഇല്ല, തോന്നിയോടത്തൊക്കെ സ്ക്രൂ അടിച്ചോണ്ടിരിക്കുക പ്രവീൺ മച്ചാൻ. ഇനി കുറച്ച് പ്ലൈവുഡിൻ്റെ പീസുകൾ നമുക്ക് മുറിച്ചെടുക്കാനുണ്ട്. ഇത് 4 ഇഞ്ചിൻ്റെ പ്ലൈവുഡാണ്. 1.4 എന്നുള്ള ആ ഒരു കണക്കിലാണ് നമ്മളിതൊക്കെ മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ബോഡി വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മഞ്ഞമുളയുടെ കുറച്ച് സ്ട്രിപ്സ് നമുക്ക് വേണം. അപ്പോൾ അതും നമ്മളിത് വെട്ടിപ്പൊളിച്ച് റെഡിയാക്കി സെറ്റാക്കി എടുക്കുകയാണ്. ഇതും വെച്ച് പണിയുണ്ട്. അപ്പോൾ ഈ അടുത്തായിട്ട് നമ്മുടെ വീടിന് ചുറ്റും മറയ്ക്കാനുള്ള പ്ലൈവുഡിൻ്റെ പീസുകൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കയറ്റാൻ പോവുകയാണേ. അപ്പോൾ ഓരോ ബാച്ചായിട്ട് നമ്മൾ പൊക്കി കയറ്റാൻ പോവുകയാണേ. അങ്ങനത്തെ കയറിൽ കെട്ടി പൊക്കിയെടുക്കുകയാണ്. സംഭവം നമ്മുടെ മസിലൊക്കെ വളർന്നു വരട്ടെ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ. അങ്ങനത്തെ നമ്മുടെ എല്ലാ ലോഡും പ്ലൈവുഡും മുകളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ മേൽക്കൂര സെറ്റ് ചെയ്തിട്ട് നമ്മൾ പണി തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലൈവുഡിൻ്റെ പീസ് തന്നെ നമ്മൾ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെങ്ങിൻ്റെ മുകളിലായതുകൊണ്ട് നമ്മൾ ഹെവി ലോഡുകളൊക്കെ കയറ്റി കഴിഞ്ഞാൽ വെയിറ്റിൻ്റെ കാര്യത്തിൽ ഇച്ചിരി കൺഫ്യൂഷനായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മേൽക്കൂര സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലൈവുഡാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം വീണ് കഴിഞ്ഞാലും ഇതിങ്ങനെ താഴേക്ക് ഒലിച്ചു പോകാനായിട്ട് ഒന്നിൻ്റെ മീത് ഒന്ന് കയറി വരുന്ന രീതിയിലാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നത്. സംഭവം ഇച്ചിരി ടഫാണെങ്കിലും ഇത് ചെയ്തു വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആട്ടോ. അതായത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നമുക്ക് ആ ഒരു റിസൾട്ട് വന്ന് കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ ലെവലാണ്. അങ്ങനെ നമ്മുടെ സീലിംഗ് ഒക്കെ അടിച്ച് സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇപ്പുറം നമ്മൾ അതുപോലെ തന്നെ സീലിംഗ് അടിക്കാൻ പോവാണേ. അങ്ങനെ നമ്മുടെ മേൽക്കൂരയുടെ ടോപ്പ് അത്യാവശ്യം നമ്മൾ മൂടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ സൈഡൊക്കെ മറയ്ക്കാനുള്ള പരിപാടിയാണേ. പരസ്യം ഉള്ളിലേക്ക്. അങ്ങനെ നമ്മുടെ സൈഡ് മറയ്ക്കൽ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലൈവുഡ് വെച്ചാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടാ. ഇനി ഇതേ ഓരോ സൈഡുകളായിട്ട് നമ്മൾ മറയ്ക്കാൻ പോവാണ്.
അങ്ങനെ മച്ചാന്മാരെ നോക്ക്, നമ്മുടെ ടോപ്പ് അതുപോലെ ബാക്ക് സൈഡ് ഒരു സൈഡ് നമ്മൾ പ്ലൈവുഡ് അടിച്ച് തീർത്തു. ഇനി നമ്മുടെ ബാക്കി പ്ലൈവുഡ് വെച്ചിട്ട് ഇനി ഫ്രണ്ട് ഭാഗം നമ്മൾ സ്ക്രൂ ചെയ്ത് അങ്ങോട്ട് കവർ ചെയ്തെടുക്കാനായിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്ക്രൂ ചെയ്ത് പണി തുടങ്ങാൻ പോവാണ്. ഇനി ബാക്കിയുള്ള പണികൾ നമുക്ക് ചടപടാന്ന് അങ്ങോട്ട് തീർത്താലോ. സംഭവം നമ്മളുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ മറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാതിലിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി എല്ലാ പോർഷനും നമ്മൾ പ്ലൈവുഡ് വെച്ചിട്ട് ആ ഒരു സെറ്റപ്പ് അങ്ങോട്ട് മറച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാടമൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല രസമായിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മറയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കൈവരി കെട്ടണം. അപ്പോൾ അതിൻ്റെ പണിയോട് ചെയ്ത് വന്നപ്പോഴേക്കും നല്ല മഴക്കാറായേ. അങ്ങനെ മച്ചന്മാരെ നോക്ക്, നമ്മളുടെ പെരുപണി കഴിഞ്ഞു. പാല് കാച്ചൽ നമുക്ക് ഇന്നല്ലാട്ടോ നടത്തുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ മേക്കിംഗ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ സാധനം മുകളിൽ കയറിയിട്ടുണ്ട്. താഴേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പടിക്കെട്ട് അടിപൊളിയായിട്ട് നമ്മുടെ സ്പൈറൽ പടിക്കെട്ട്. അതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ നല്ല ബാൽക്കണിയുള്ള വീടിട്ടാ. ഇതുവരെ നമ്മൾ ബാൽക്കണികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ. ആദ്യമായിട്ടാണ് ബാൽക്കണിയുള്ള വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ബാൽക്കണിയുള്ള വീടാണ്. പിന്നെ നമ്മുടെ ബോഡി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ കണ്ടീഷൻ പ്ലൈവുഡാണ്. ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കൂട്ടോ നമ്മൾ. ഇതിന് ശേഷം ഇപ്പോൾ ഇന്ന് നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ മാത്രമാണ്. പാല് കാച്ചലും പിന്നെ അതുപോലെ ബാക്കി പരിപാടികളൊക്കെ പിന്നീടായിരിക്കും. അതന്നെ ഇതിനെ നമ്മൾ വേറൊരു പ്രീമിയം ലുക്കിലേക്ക് മാറ്റിയെടുക്കും. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഇത്രയും സെറ്റപ്പിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ച ഞാൻ ഈ കാട്ടിത്തരാം. പ്രവീൺ മച്ചാനെ മൊത്തത്തിലൊന്ന് കറക്കി കാണിക്കണം നമ്മുടെ വീട്. അങ്ങനെ നോക്കി മച്ചാന്മാരെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളുടെ വീട് പാർക്കാൻ റെഡി ആയിക്കാണ്. പക്ഷേ പെരതാമസം ഇപ്പോഴല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീട് ഞാൻ ഇപ്പം ഇവിടെ നിന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു വ്യൂ കാണിച്ചു തരട്ടെ. നോക്കി, ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ പച്ചപ്പുള്ള ഒരു താഴ്ഭാഗം, ഒരു ടോപ്പ് വ്യൂ. ഒരു രക്ഷയില്ലാത്ത ഐറ്റം ഉണ്ട് അത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാതിൽ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത്, വീട്ടിലേക്ക് കയറി പോകാനുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അടുത്ത പാർട്ടിലാണ്. അത് അടിപൊളി സാധനമായിരിക്കുള്ളൂ. ഇതിൻ്റെ ഉള്ള ആരൊക്കെ വിളിച്ചിരിക്കണേ? പ്രവീൺ, ഭൗമിക്, അജോ, അനന്തു എല്ലാവരും ഉള്ളിൽ കയറി വിളിച്ചിരിക്കുകയാണ്. അപ്പുറത്തൊരു എയർ വെൻ്റ് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം നമുക്ക് അടിപൊളിയായിട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതേ മേൽക്കൂരൊക്കെ ആക്കിയ നല്ല രസമില്ലേ കാണാനായിട്ട്. അയ്യോ സത്യം പറഞ്ഞാൽ ഹാപ്പി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഹാപ്പി. കാരണം നമ്മൾ മനസ്സിൽ കണ്ട ആ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുത്തത് ഒരു തെങ്ങിൻ്റെ മുകളിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമാണ്. അതായത് നമ്മൾ അത്യാവശ്യം സേഫ്റ്റിയൊക്കെ നോക്കി തന്നെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം എങ്ങനെയുണ്ട് മക്കളെ? അടിപൊളിയല്ലേ? ഇവിടെ നിന്നുള്ള വ്യൂ അതിങ്ങനെ കാണുമ്പോൾ അവിടെയൊക്കെ കൃഷി ചെയ്യാനായിട്ട് കണ്ടൊക്കെ ഉഴുത് ഇട്ടിട്ടുണ്ട്. അവിടേക്ക് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നെല്ലൊക്കെ വെച്ച് പൊന്തി വരും അല്ലേ? പ്രവീൺ മച്ചാനെ, ഞാൻ ഡ്രോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ നിന്ന് ആസ്വദിക്ക്, ഈ നിമിഷങ്ങൾ ആസ്വദിക്കൂ. വാ
അപ്പം മച്ചന്മാരെ ഇത് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ തെങ്ങുമ്മ നമ്മൾ സ്പൈറലായിട്ടുള്ള കോണി പണിതു, അതിൻ്റെ മുകളിൽ നമ്മൾ പറഞ്ഞ വീട് പണിതു. അങ്ങനെ നമ്മുടെ മൊത്തത്തിലെ ട്രീ ഹൗസിൻ്റെ ഒരു 90% വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കി വരുന്നത് ഒരു 10% വർക്ക് ഇൻറ്റീരിയർ വർക്കുകളാണ്. അതുപോലെ പെയിൻറ്റിങ്, പിന്നെ എന്താ പറയുക, ഇതിലേക്ക് വയ്ക്കാനുള്ള ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി വരാനുള്ളൂ. അയ്യോ ആരത്? ബാ കേറ് കേറ്. ഹൈ ഹൈ എവിടെ ഇരുന്ന്. അപ്പൊ എന്തായാലും നമ്മുടെ ബാക്കി പരിപാടികള് ഇതിന് ശേഷമായിരിക്കും. വേറൊരു കാര്യം, എന്തായാലും നമ്മൾ ഇത്ര പാട് കഴിച്ച് തെങ്ങിന്റെ മുകളിൽ ഇങ്ങോട്ട് സാധനം പണിതാണ്. അപ്പൊ എന്തായാലും നമ്മള് ഇതില് ഒരു ക്യാമ്പിംഗ് ഉണ്ടേ. യെസ്, അപ്പൊ ഇനി ഒരു ക്യാമ്പിംഗ് വീഡിയോ കൂടി വരും. എങ്ങനെയുണ്ട് സംഭവം നമ്മൾ പണിത് കഴിഞ്ഞപ്പാ? വ്യൂ സൂപ്പർ ആയില്ലേ? അപ്പൊ പ്രവീൺ മച്ചാൻ എവിടെയെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പ്രവീൺ മച്ചാനാണ് ഇപ്പൊ ഡ്രോൺ ബർത്തനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത്. നിന്റെ തല ഒന്ന് പുറത്ത് കിട്ടേടാ. എവിടെ? തലയിട് തലയിട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. സംഭവം നമ്മളെ പ്രതീക്ഷിച്ച പോലെ തന്നെ അടിപൊളിയായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചന്മാരെ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ പേഴ്സൺ പ്രവീൺ, അതുപോലെ ടീം M4 ടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജോസഫ് സൈനിങ് ഔട്ട്.